നമസ്കാരം. അഗ്രിമലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷ്ണനദി യോജനയെ പറ്റിയിട്ടാണ്. കൃഷ്ണനദി യോജന ലോഞ്ച് ചെയ്തത് 2016-17 ഇതൊരു അംബ്രല്ല സ്കീമാണ്. ഇതിന്റെ ഉള്ളിൽ 11 സബ് സ്കീമുകളിൽ ക്ലബ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ 11 സബ് സ്കീം? ഇത് നമുക്കൊരു സ്റ്റോറി ലൈനിലൂടെ പഠിക്കാം. ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് ഹ്യൂജ് പോപ്പുലേഷൻ. എല്ലാവർക്കും അറിയാവുന്നത് പോലെയാണ്. ഈ ഗ്രോയിങ് പോപ്പുലേഷൻ നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡിനെ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം? സസ്റ്റൈനബിൾ മാനറിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് റിസോഴ്സസിനെ ഫ്യൂച്ചർ ജനറേഷന് അവൈലബിൾ ആക്കി വെച്ച് നമ്മൾ സസ്റ്റൈനബിൾ മാനറിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അവിടെയാണ് നാഷണൽ മിഷൻ ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വരുന്നത്. ഇനി ഈ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ക്രോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ക്രോപ്പിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാൻഡ് പ്രിപ്പറേഷൻ ആണ്. ലാൻഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നമ്മൾ മെക്കനൈസ്ഡ് മാനറിൽ. അപ്പം സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ വന്നു. ഇനി ഈ മെക്കനൈസേഷൻ സംഭവിച്ച ലാൻഡിൽ നമ്മൾ അടുത്ത സീഡോ പ്ലാന്റിംഗ് മെറ്റീരിയലോ നടണം. അവിടെയാണ് സബ്മിഷൻ ഓൺ സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ വരുന്നത്. ഇനി സീഡോ പ്ലാന്റിംഗ് മെറ്റീരിയലോ നടുമ്പോഴത്തേക്കും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സീഡ് ബോൺ പെസ്റ്റ് ഡിസീസ് ഇതിൽ നിന്നൊക്കെ റെസിസ്റ്റന്റ് ആയിരിക്കണം. അത് പ്രൊട്ടക്ട് ചെയ്യാനും ഫോറിൻ ഇൻവേസീവ് സ്പീഷീസിനെ നിന്നൊക്കെ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് സബ്മിഷൻ ഓൺ പ്ലാൻ പ്രൊട്ടക്ഷൻ ആൻഡ് പ്ലാൻ ക്വാറന്റൈൻ വന്നത്. ഇനി എന്ന് പറയുന്നത് ഒരു സീരിയൽസോ പൾസസോ വെച്ച് മാത്രം നമുക്ക് ഈ ഗ്രോയിങ് പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്. ഇനി വരുന്നത് എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസ്, അതായത് സീരിയൽസ് ആയിക്കോട്ടെ, പൾസസ് ആയിക്കോട്ടെ, ക്രോപ്സ് ആയിക്കോട്ടെ, ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ പ്രൊഡ്യൂസിന് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം? കൺസ്യൂമറിന് അവൈലബിൾ ആവണമെങ്കിൽ മാർക്കറ്റിലോട്ട്. അതാണ് ഇന്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഇനി മാർക്കറ്റിങ്ങിന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഫാമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് കുറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഏത് മോഡേൺ ടെക്നോളജിയും ഫാമേഴ്സിന് അവൈലബിളും അഫോർഡബിളും ആയിരിക്കാം. അവിടെയാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിനെ പറ്റി മൈൻഡിലേക്ക് വരേണ്ടത്. അവിടെയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. ഇനി ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഒരു ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഇനി ഈ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിന് അഗ്രികൾച്ചർ സെൻസസും എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ അനലൈസ് ചെയ്യണം. അവിടെയാണ് ഇന്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചർ സെൻസസ്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. ഇനി അഗ്രികൾച്ചർ നമ്മൾ കോപ്പറേറ്റീവ്സിന്റെ ഡെവലപ്മെന്റ് കൊണ്ടുവരണം. ഏതൊക്കെ സൈഡിലാണ്? മാർക്കറ്റിംഗ് സൈഡിലായിരിക്കും, പ്രോസസിംഗ് സൈഡിലായിരിക്കാം, സ്റ്റോറേജ് സൈഡിലായിരിക്കാം. എല്ലാത്തിലും കോപ്പറേറ്റീവ്സിന്റെ ഈ ഡെവലപ്മെന്റ് കൊണ്ടുവരണം. ഫാമേഴ്സിന് ഒരു പ്രൈസസ് എൻഷുർ ചെയ്യാൻ വേണ്ടി, ഒരു മിനിമം പ്രൈസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ്. അപ്പം ഇന്റഗ്രേറ്റഡ് സ്കീം ഓൺ അഗ്രികൾച്ചർ കോപ്പറേഷൻ. അടുത്തത് വരുന്നത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ.